ഹന്ന പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു ആൺപൈതലിനെ തരണമേന്ന്. അതുവരെയുമുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ഇതിനു മുന്നേ ഹന്ന പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നാണ്. എന്നാൽ ദൈവം തൻ്റെ അകത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ തൻ്റെ പ്രാർത്ഥനയ്ക്കൊരു വ്യത്യാസം വരുവാൻ തുടങ്ങി. ആ വ്യത്യാസം എന്താണെന്നറിയാമോ? അപ്പാ, നീ എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാം. ഇതേത് കാലഘട്ടത്തിലാണെന്നറിയാമോ? ആ സമയത്തിൽ ഇസ്രായേലിൻ്റെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ആത്മീയ ശൂന്യത നടക്കുന്നൊരു സംഭവമാണ്. എന്നാൽ അതിൻ്റെ മധ്യേ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു മാതാവ് എത്ര കരഞ്ഞിട്ടും എത്ര വിഷമം വന്നിട്ടും താൻ മുറുകെ പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു ആൺപൈതലിനെ തരണം. അങ്ങനെങ്കിൽ ഈ തലമുറയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ചില വിഷയങ്ങൾ നടക്കുമ്പോൾ അതെത്ര വിഷമമുള്ളതാകട്ടെ, അത്ര കഠിനമുള്ളതാകട്ടെ, നിങ്ങൾ ദൈവത്തോട് പറയണം, അപ്പാ ഞാൻ നിന്നെ മുറുകെ പിടിക്കാൻ പോകുകയാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്കറിയത്തില്ല എന്താണ് വിഷയമെന്ന്. എന്നാൽ അപ്പാ നിൻ്റെ ഹിതം എനിക്കൊന്ന് പറഞ്ഞു തരണം, അതിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ എനിക്കൊരു കൃപ തരുമെങ്കിൽ ദൈവവചനം പറയുന്നു, ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. മക്കളെ, പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുക തന്നെ ചെയ്യും.